പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ താഴേക്കോട് പഞ്ചായത്തിലെ കുന്നുമ്മൽ സദ്ഗ്രാമത്തിൽ വെച്ചാണ്. സദ്ഗ്രാമം എന്ന് പറയുന്നത് ഈ നിയോജക മണ്ഡലത്തിൽ കോളനി എന്ന പേര് നേരത്തെ തന്നെ ഞങ്ങൾ ഉപേക്ഷിക്കുകയും ഇനി SC ഫാമിലികൾ താമസിക്കുന്ന സ്ഥലത്തെ ഒരിക്കലും കോളനികൾ എന്ന പേരിൽ വിളിക്കാൻ പാടില്ല എന്ന് നേരത്തെ തീരുമാനിക്കുകയും ചെയ്തൊരു നിയോജക മണ്ഡലമാണ്. ഈ നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ എടുത്തിട്ടുള്ള ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ മണ്ഡലത്തിലെ പരമദരിദ്രരായിട്ടുള്ള SC കുടുംബങ്ങൾക്കിടയിൽ അവർ താമസിക്കുന്ന സദ്ഗ്രാമങ്ങളിലൂടെ ഞങ്ങൾ നടത്തിയ സഞ്ചാരങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള വലിയ തിരിച്ചറിവുണ്ട്. ആ വേദനാജനകമായ അനുഭവങ്ങൾ ഇന്നത്തെ കേരള രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വളരെ പ്രസക്തമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പത്രസമ്മേളനം നടക്കുന്നത്. ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് മെമ്പറും UDF നേതാവുമായിട്ടുള്ള VP റഷീദ് മാസ്റ്റർ, ഹമീദ് സാഹിബ്, അതുപോലെ തന്നെ രാമകൃഷ്ണൻ. ഞങ്ങളിപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സദ്ഗ്രാമം എന്ന പ്രോജക്റ്റിന്റെ കോർഡിനേറ്ററായിട്ടുള്ള മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി റീന, അതുപോലെ ഞങ്ങളുടെ ഫെലോ ആയി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കുന്നുമ്മൽ സദ്ഗ്രാമത്തിൽ തന്നെ പെട്ട ശ്രുതി ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ ഈ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബ അംഗങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഞങ്ങൾ ഈ സദ്ഗ്രാമത്തിലേക്ക് വന്ന് ഈ പത്രസമ്മേളനം നടത്തുന്നു എന്നുള്ളത്, ഇപ്പോ നമ്മുടെ കേരളത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് അതിദാരിദ്ര്യമുക്തമായി കേരളം മാറി എന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രഖ്യാപനം. കേരള പിറവിക്ക് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ നുണബോംബാണ് അതെന്ന് മാധ്യമങ്ങളെ കൂടി ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും ദയനീയമായ സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റും നിൽക്കുകയാണ്. കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡെവലപ്മെന്റ് സ്റ്റഡീസിലെ PG വിദ്യാർത്ഥികളെ ഞങ്ങൾ ഈ നിയോജകമണ്ഡലത്തിലേക്ക് കൊണ്ടുവരുണ്ടായി. ഒരു NGO ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ടാണ് സദ്ഗ്രാമത്തിന് വേണ്ടി 2871 വീടുകളിൽ കുട്ടികൾ സർവേ നടത്തി. ഒരു മാസം അവരിവിടെ താമസിച്ച് എല്ലാ വീടുകളും കയറിയിറങ്ങി വളരെ വിശദമായ ഒരു സാമ്പത്തിക സാമൂഹ്യ സർവേ നടത്തുകയുണ്ടായി. വളരെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ്. നമ്മൾ അതിദാരിദ്ര്യം നാടു നീങ്ങി എന്ന് പറയുന്നതിന്റെ 4 മാനദണ്ഡങ്ങൾ. ഒന്ന്, താമസയോഗ്യമായ വീടാണ്. അതിവിടെ ഇല്ല. പലർക്കും സാനിറ്ററി സൗകര്യങ്ങൾ ഇവിടെ ഇല്ല. കുടുംബത്തിന് 200 രൂപ ശരാശരി വരുമാനമുള്ള കുടുംബങ്ങൾ എല്ലാവരും എത്തിയിട്ടില്ല. ഒരുപാട് കുടുംബങ്ങൾ ആരോഗ്യപരമായി വലിയ പ്രശ്നങ്ങളിൽ ജീവിക്കുകയാണ്. ശുദ്ധജലം പോലും അവർക്ക് ലഭ്യമാകുന്നില്ല. നമ്മൾ ഇപ്പോ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ 4 കാര്യങ്ങൾ, ഒന്ന് ടോയ്ലറ്റ് ആൻഡ് സാനിറ്റേഷൻ, ഹൗസിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, ലൈവ്ലിഹുഡ് ആൻഡ് എംപ്ലോയ്മെന്റ്, ഹെൽത്ത് ആൻഡ് മെഡിക്കൽ സപ്പോർട്ട്, ഈ 4 പാരാമീറ്ററുകളിലും തകർന്നുപോയ കുടുംബങ്ങളുടെ നിരവധി ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാം. അപ്പൊ സ്വാഭാവികമായും ഞാൻ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ തന്നെ വലിയ സൈബർ ക്യാപ്സ്യൂളുകൾ വരികയുണ്ടായി ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന്. അത് MLA-യുടെ പരാജയമാണ്. MLA-യുടെ നാട്ടിലാണ് ഇതില്ലാത്തത്. ഞാൻ ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കുന്ന ഏത് ഇടതുപക്ഷ പ്രവർത്തകനുണ്ടെങ്കിലും അവരോട് ഞാൻ വെല്ലുവിളിക്കുന്നു, നിങ്ങൾ ഉൾക്കൊള്ളുന്ന പഞ്ചായത്തിൽ ഞാൻ വന്ന് സർവേ ചെയ്യാം. ആ പഞ്ചായത്തിൽ ഈ മാനദണ്ഡങ്ങളിൽ പെടുന്ന കുടുംബങ്ങളില്ലെങ്കിൽ നമുക്ക് ആ വെല്ലുവിളി ഏറ്റെടുക്കാം. ഇന്ന് കേരളം ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ദുർബലമായ ഒരു ഒട്ടയടക്കലാണ് ഈ കാര്യത്തിൽ ചെയ്തിരിക്കുന്നത്. കൺകെട്ട് വിദ്യയാണ് ചെയ്തിരിക്കുന്നത്. സെലിബ്രിറ്റീസിനെ കൊണ്ടുവന്ന് ദാരിദ്ര്യമില്ല എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം ഇല്ലാതാവോ? സാധാരണ നമ്മൾ കാണാറുണ്ട്, ഈ സോപ്പ് തേച്ചാൽ നിങ്ങളൊക്കെ വെളുക്കുന്ന് പറഞ്ഞിട്ട് സിനിമാ താരങ്ങൾ പരസ്യത്തിൽ വരും. എന്നിട്ട് ആ സോപ്പ് തേച്ച് വല്ലവരും വെളുക്കാറുണ്ടോ? ഇതുപോലെയാണ് ഇന്ന് കേരള സർക്കാർ സെലിബ്രിറ്റീസിനെ കൊണ്ടുവന്നുകൊണ്ട് ഇവിടെ പ്രഖ്യാപനം നടത്തി ഇവിടെ ദാരിദ്ര്യമില്ല എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ചുറ്റുമുള്ള ഈ വീടുകൾ മാധ്യമപ്രവർത്തകർ ജസ്റ്റ് ഒന്ന് കാണണം. പോളിസിയാണ് പ്രശ്നം. ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഗൗരവമായി പഠിക്കുകയാണ്. സദ്ഗ്രാമം എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റായി ഈ നിയോജക മണ്ഡലത്തിൽ MLA ഇനീഷ്യേറ്റീവായി ഞങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ നടത്തിയ പഠനം ഞങ്ങളെ ബോധ്യപ്പെടുത്തിയ കാര്യം, ഇവിടുത്തെ സാധാരണ കുടുംബങ്ങളിൽ SC കുടുംബങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും സങ്കടകരമായ പാത്തറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. പലർക്കും വീടില്ല. എന്താ കാര്യം? വീടിന് വേണ്ടി 6 ലക്ഷം കൊടുക്കും എന്ന് പറയും. ആദ്യം എന്ത് ചെയ്യണം? നിലവിലുള്ള വീട് വാസയോഗ്യമല്ല എന്ന് സർട്ടിഫൈ ചെയ്യണം.
എന്നിട്ട് അത് പൊളിച്ചു മാറ്റണം. പൊളിച്ചു മാറ്റുന്ന വീടിന് നിർമ്മിക്കാൻ വേണ്ടി 6,50,000 രൂപ അഡ്വാൻസ് കൊടുക്കും. നിങ്ങൾക്കറിയാമല്ലോ, ഒരു സാധാരണ കുടുംബം, ഏറ്റവും ദരിദ്രരായ കുടുംബങ്ങൾക്ക് ഇത് കിട്ടുമ്പോൾ അവര് സ്വാഭാവികമായും ഈ 50,000 കൊണ്ട് തറ പോലും കെട്ടാൻ അവർക്ക് കഴിയില്ല. ആ തറയിൽ നിന്ന് ഷെഡിലേക്ക് മാറുകയാണ്. ഇപ്പൊ ഈ കാണുന്ന നമ്മുടെ ഈ പത്രസമ്മേളനത്തിന്റെ തൊട്ടു താഴെ 3 വീടുകൾ ഷെഡുകളാണ്. എത്ര വർഷമായി അവിടെ? എത്ര വർഷമായി? 5 വർഷമായി അവർ ഷെഡിൽ താമസിക്കുന്നു. ഏത് മാനദണ്ഡ പ്രകാരമാണ് ഇവർക്ക് വീട് ലഭിച്ചത് എന്ന് സർക്കാർ പറയണം. ഇവർ ഇങ്ങനെ ഈ ഷെഡിനകത്ത് 5 വർഷമായി കഴിഞ്ഞിട്ടും അവരുടെ വീട്ടിലേക്ക് മാറ്റാൻ കഴിയാത്ത യാഥാർത്ഥ്യം. ഞാനിവിടെ കംപ്ലീറ്റ് ഡാറ്റകൾ വെച്ചാണ് സംസാരിക്കുന്നത്. ആ ഡാറ്റയുടെ ബേസിൽ സംസാരിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും, ഇത് ഏറ്റവും വലിയ ശുദ്ധ നുണയാണ്, ശുദ്ധ അസംബന്ധമാണ്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സദ്ഗ്രാമവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ ദാരിദ്ര്യം, തൊഴിൽ, വിദ്യാഭ്യാസം, ആരോഗ്യം, വീട് എന്നീ മുഴുവൻ അവസ്ഥകളും വിലയിരുത്താനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. അതിനകത്ത് ഞങ്ങൾ മെത്തഡോളജി ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഈ സർവേക്ക് പ്രത്യേകമായ ക്വസ്റ്റ്യനെയർ തയ്യാറാക്കി. വീട് തോറും ഡാറ്റ ശേഖരിച്ചു. ഫീൽഡ് വളണ്ടിയർമാർ വിവരങ്ങൾ പരിശോധിച്ചു. പരിശോധനാ സൂചികകൾ വിദ്യാഭ്യാസം, സാമ്പത്തികം, ആരോഗ്യം, തൊഴിൽ, ക്ഷേമനില എന്നിങ്ങനെ ക്രമപ്പെടുത്തി. ഇതെല്ലാം ഞങ്ങൾ ചെയ്തു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഡാറ്റ എനിക്ക് പറയാനുള്ളത്, 93.7% ആളുകളും BPLO AAY വിഭാഗത്തിൽപ്പെട്ടവരുമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് AAY എന്ന് പറയുന്ന കാറ്റഗറിയിൽ നിന്ന് കേരളം ഔട്ടാവാൻ പോവാണ്. ഇപ്പൊ ഗവൺമെന്റ് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയതോടുകൂടി സംഭവിക്കുന്ന പ്രശ്നം, ഇനി AAY വഴി കേന്ദ്രം നൽകിയിരുന്ന ആനുകൂല്യങ്ങൾ കൂടി ഈ പാവപ്പെട്ടവർക്ക് ഇല്ലാതെയാകും. ഈ മൊത്തം സദ്ഗ്രാമങ്ങളിലെ 93.7% പെരിന്തൽമണ്ണ നിയോജകമണ്ഡലത്തിലെ നമ്മൾ ഈ പറഞ്ഞ 2,871 സദ്ഗ്രാമങ്ങളിലെ പഠന റിപ്പോർട്ടിലാണ്. രണ്ടാമത്തെ കാര്യം, 85% വീടുകൾ അവരുടെ ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത് 300 രൂപയിൽ താഴെയാണ്. 85% ആളുകളുടെ ശരാശരി വരുമാനം 300 രൂപയിൽ താഴെയാണ്. 10% ആളുകൾ 200 രൂപയിൽ താഴെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന അതിദരിദ്രർ എന്ന് പറയുന്നതിന്റെ കാറ്റഗറിയിൽ ഗവൺമെന്റ് പറയുന്നത് 200 രൂപ ദിവസ വരുമാനത്തിൽ താഴെയുള്ളവരെല്ലാം അതിദരിദ്രരാണ്. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, ഈ 10%, ഞങ്ങൾ സർവേ ചെയ്ത സ്ഥലങ്ങളിലെ 10% ആളുകൾ ഇപ്പോഴും ഈ ദാരിദ്ര്യ രേഖയിൽ 200 രൂപയിൽ താഴെ നിൽക്കുന്നു. 6.3% വീടുകളിലുള്ള ആളുകൾക്ക് മാത്രമേ സ്ഥിര വരുമാനമുള്ളൂ, വെറും 6.3%. കേരളത്തിലെ പൊതുവായ സാമ്പത്തിക നിലയേക്കാൾ അടുത്ത പ്രശ്നം അഭിമുഖീകരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഗവൺമെന്റിന്റെ ദളിത് വിഭാഗത്തോടുള്ള സമീപനം കൂടി ഈ പഠനം ബോധ്യപ്പെടുത്തുകയാണ്. ദളിത് കുടുംബങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ ഈ 10 വർഷത്തിനിടയിൽ ഒന്നും ചെയ്യാത്ത ഒരു സർക്കാരാണെന്ന് ഈ ഡാറ്റകൾ നമ്മളെ ബോധ്യപ്പെടുത്തും. 10ാം ക്ലാസ് കഴിഞ്ഞും +2 കഴിഞ്ഞും കൊടിഞ്ഞു പോകുന്ന കുട്ടികളുടെ നമ്പർ ഞങ്ങളെ ഭയപ്പെടുത്തുന്നതാണ്. ഞങ്ങളുടെ മക്കൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ 51.7% വീടുകളിലും ഡ്രോപ്പ് ഔട്ട് ഉണ്ട്. തന്നെ 24.1% കുട്ടികൾ മാത്രമേ ഹയർ സെക്കൻഡറിയിലേക്ക് എത്തി. നിർദ്ദേശങ്ങളുടെ അഭാവം, ഇതൊക്കെ വലിയ പ്രശ്നമാണ്. വായനാരീതി, പഠന നിലവാരത്തിന്റെ ഗുണപരമായ പഠന നിലവാരം ഇല്ല. ഇനി ഹെൽത്തിലേക്ക് പോയാൽ 17% വീടുകളിൽ ദീർഘകാല രോഗികളായിട്ടുള്ള ആളുകളാണ്. 30% ആളുകൾ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്തവരാണ്. ഇവർ രോഗികളായാൽ എങ്ങോട്ടാ പോവാ? ഈ പാരാമീറ്റർ, അതിദരിദ്രരെ ഉച്ചാടനം ചെയ്യുന്ന പാരാമീറ്റർ അനുസരിച്ച് പറയുമ്പോൾ ആർക്കും ഇവിടെ ഹെൽത്ത് കാർഡ് ഇല്ലാത്തവരുണ്ടാവില്ല എന്ന്. എത്ര പേർക്ക് ഹെൽത്ത് കാർഡ് ഉണ്ട് ഇവിടെ? ചികിത്സക്കായിട്ട് പലരും ലോൺ എടുക്കുന്നു, കടം വാങ്ങുന്നു, വീട് പോലും പണയപ്പെടുത്തുന്നു. പിന്നെ സാനിറ്റൈസേഷൻ, ഇവിടുത്തെ സാനിറ്റൈസേഷൻ വളരെ ഭീകരമായിട്ടുള്ള നമ്പറാണ്. ലൈവ്ലിഹുഡിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ദൈനംദിന തൊഴിലാളികളിൽ കൂടുതലും കൺസ്ട്രക്ഷന്, കൃഷിക്ക്, ഹൗസ് ഹോൾഡ് ജോലികൾ ചെയ്യുന്നവരാണ്. സ്ഥിരമായ തൊഴിലവസരങ്ങൾ വളരെ കുറവാണ്. സ്കില്ല് വളരെ കുറവാണ്.
ഇതെല്ലാം നമ്മളുടെ മുമ്പിൽ വലിയ തോതിൽ പ്രയാസപ്പെടുത്തുന്നു. ഇനി ഞാൻ പറയുന്നത് ഇതിനേക്കാൾ ഗൗരവമുള്ള ഒരു വിഷയമാണ്. 99% വീടുകൾ സ്വന്തമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഭൂരിഭാഗവും പഴയതോ താൽക്കാലികമായി പൊളിഞ്ഞതോ ആണ്. 99% നിങ്ങൾ നോക്കണം, താമസയോഗ്യമാണെന്ന് സർട്ടിഫൈ ചെയ്യുന്ന 99% വീടുകളും സൗകര്യങ്ങളില്ലാത്ത വീടുകളാണ്. 94% വീടുകൾക്ക് ശൗചാലയം ഉള്ളതായി കണ്ടെത്തിയെങ്കിലും പല സ്ഥലത്തും ശൗചാലയത്തിൽ വെള്ളമില്ലാത്ത സ്ഥലങ്ങളുണ്ട്. നമ്മളുടെ സദ്ഗ്രാമങ്ങളിൽ വീടുകളുടെ ഗുണനിലവാരം പിന്നെ പറയേണ്ടതില്ല. അകത്തുള്ള റോഡുകളുടെയും മറ്റു പരിമിതികളൊക്കെ സ്വാഭാവികമായിട്ടും അത് വേറെ കിടക്കുന്നു. താഴെക്കോട് അതുപോലെ തന്നെ മേലാറ്റൂര് പഞ്ചായത്തുകളിൽ ഏറ്റവും കൂടുതൽ ഭവന ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലാണ്. ഈ രണ്ട് പഞ്ചായത്തും ഭരിക്കുന്നത് LDF ആണ്. പക്ഷെ ഞാൻ LDF ഭരണസമിതിയെ കുറ്റപ്പെടുത്താനല്ല ഞാൻ ഇത് പറയുന്നത്. ഏത് ഭരണസമിതിയാണെങ്കിലും അവർക്ക് ചെയ്യണമെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു പോളിസി ഉണ്ടാവണം. ഇവിടെ പരാജയപ്പെടുന്നത് സംസ്ഥാന സർക്കാരിന്റെ പോളിസിയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് നമ്മൾ തിരുവനന്തപുരത്ത് മൈക്ക് കെട്ടി പറയേണ്ട ഒരു മൈതാന പ്രസംഗമല്ല. അത് പോളിസി കൊണ്ട് നിർമ്മാർജ്ജനം ചെയ്യേണ്ട ഭരണപരമായ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിൽ ഈ ഗവൺമെന്റ് 100% പരാജയപ്പെട്ടിരിക്കുകയാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ക്ഷേമ ഇൻഡെക്സ്, നമ്മളിപ്പോ വെൽബീയിങ് ഇൻഡെക്സ് നമ്മൾ എടുക്കാറുണ്ട്. വെൽബീയിങ് ഇൻഡെക്സിൽ ക്ഷേമ സ്കോർ എന്ന് പറയുന്നത് വളരെ കുറവാണ്. 3.11% മാത്രമാണ്. ഇത്തരത്തിൽ നമ്മുടെ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ആണ്, ഒരു സ്റ്റേറ്റ് ഓഫ് ലൈഫാണ്, ഒരു സന്ദർഭമാണ്. ഇപ്പോ ഒരു പ്രകൃതി ദുരന്തം പെട്ടെന്നുണ്ടായി, ആ നാട് മുഴുവനും ഒലിച്ചുപോയി. അപ്പൊ അവിടെ എല്ലാവരും പരമദരിദ്രരാവൂലേ? അപ്പൊ പരമദരിദ്രരെ ഒരു നാട്ടിൽ നിന്ന് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ പണ്ട് ഹിറ്റ്ലർ ചെയ്ത പോലെയുള്ള ഒരു പണിയാണ്. ഹിറ്റ്ലർ ചെയ്ത പണി എന്താണ്? അംഗവൈകല്യമുള്ള ആളുകൾ ഇനി ജർമ്മനിയിൽ ഇല്ല എന്ന് തീരുമാനിച്ചു. അപ്പൊ മൂപ്പർ എന്ത് ചെയ്തു? അംഗവൈകല്യമുള്ള മുഴുവൻ ആളുകളെയും അയാൾ കൊന്നൊടുക്കി. ഇതുപോലെയാണോ പിണറായി അതിദരിദ്രരെ ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നത്? ഞങ്ങളത് ആശങ്കയോടെ കാണുകയാണ്. നരേന്ദ്രമോദി പണ്ട് വേറൊരു കാര്യം ചെയ്തിരുന്നു. നമ്മുടെ നാട്ടിലൊരു വിദേശ പ്രതിനിധികൾ വന്നപ്പോ ഈ നാട് ദാരിദ്ര്യം ഇല്ലാതാക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ ചേരികളുടെ ഒക്കെ മുമ്പിൽ വലിയ മതില് കെട്ടിയിരുന്നു. പിണറായി വിജയൻ ഇപ്പോ ഈ SC വിഭാഗത്തിന്റെ ഗ്രാമങ്ങൾക്ക് മുമ്പിൽ മതില് കെട്ടിയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ ഈ ഡാറ്റയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം സാനിറ്റേഷനുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ 4676 കുടുംബങ്ങളാണ്, വീടുകളാണ് എന്റെ നിയോജക മണ്ഡലത്തിലെ SC വീടുകളുള്ളത്. 4676 വീടുകൾ. അതിൽ 2871 വീടുകളിലാണ് സർവേയുടെ ഭാഗമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡെവലപ്മെന്റ് സ്റ്റഡീസിലെ PG വിദ്യാർത്ഥികൾ സഞ്ചരിച്ചത്. അത് 348 യൂണിറ്റുകളാണ്, സദ്ഗ്രാമങ്ങൾ 348 സെറ്റിൽമെന്റുകളാണ്. കോളനി എന്ന് നമ്മൾ പറയാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ കോളനി ഉപയോഗിക്കാത്തത്. അതിൽ ടോട്ടൽ സാനിറ്റേഷൻ 70% ആളുകൾക്കും മെച്ചപ്പെട്ട ടോയ്ലറ്റ് ഇല്ല, കക്കൂസ് ഇല്ല, സാനിറ്റേഷൻ ഇല്ല. ഏത് നാടാണിത്? എവിടെയാണ് അതിദാരിദ്ര്യം പോയത്? നിങ്ങൾ ആലോചിക്കണം. ഹൗസിംഗ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിൽ നമ്മൾ 2871 വീടുകളിൽ യാത്ര ചെയ്യുമ്പോൾ അതിൽ 2741 പേരും പറയുന്നത് ഞങ്ങളുടെ വീട് സൗകര്യമില്ലാത്ത വീടാണ്. അതിൽ നമ്മൾ കുറച്ചുകൂടി ഗൗരവമായിട്ട് കാണേണ്ട കാര്യം, 100-ലേറെ വീടുകൾ പൂർണ്ണമായും 100-ലേറെ ഭവനരഹിതർ ഇവിടെ താമസിക്കുകയാണ്. 100-ലേറെ ഭവനരഹിതർ എന്ന് പറഞ്ഞാൽ അവർക്ക് വീടില്ല, ഉണ്ടായിരുന്ന വീട് പൊളിച്ചുപോയി. പിന്നെ നമ്മൾ എല്ലാവർക്കും പട്ടയം, എല്ലാവർക്കും ഭൂമി. സർക്കാർ പറഞ്ഞൊരു കാര്യമാണ്, ഇതെല്ലാം പരമദാരിദ്ര്യം ഒഴിവാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നമ്മളുടെ വലിയ ഘടകങ്ങൾ അല്ലെ ഋഷിമാഷെ? അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഗുരുതരമായ കാര്യം, ഈ സ്വന്തമായി ഭൂമിയില്ലാത്ത എത്രയോ ആളുകളുണ്ട്. സ്വന്തമായി ഭൂമിയില്ല, സ്വന്തമായി വീടില്ല, സ്വന്തമായി സൗകര്യമില്ല.
അപ്പൊ ഇത് ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. ഇതിൽ ഏറ്റവും വളണറബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു പഞ്ചായത്ത് താഴെക്കോടാണ്, രണ്ടാമത്തത് പുലാമന്തോളാണ്, മൂന്നാമത്തത് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയാണ്. പിന്നെ ഇതിന്റെ കംപ്ലീറ്റ് ഡാറ്റ ഞാൻ നിങ്ങൾക്ക് കൈമാറാം. കംപ്ലീറ്റ് ഡാറ്റ ഇവിടെ ഉണ്ട്. ഇതോടൊപ്പം നിങ്ങൾ കാണേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാ വീടുകളുടെയും നിങ്ങൾക്കിപ്പോൾ കൈമാറുന്ന എല്ലാ രേഖകളുടെയും കൂടെ അതത് വീടുകളുടെ ഫോട്ടോഗ്രാഫിനോടൊപ്പം ആ വീടിന്റെ ഗൂഗിൾ മാപ്പ് കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി മാധ്യമ പ്രവർത്തകർക്ക് പരിശോധിക്കണമെങ്കിൽ ഈ വീട് പോയി കാണാം. ഇത് ഏറ്റവും ദരിദ്രമായിട്ടുള്ള ഒരു അവസ്ഥയും സാഹചര്യവും നിങ്ങൾക്ക് കാണാം. ഇതാ ഈ വീടുകൾ നിങ്ങൾ നോക്കൂ. ഇതൊക്കെ മനുഷ്യർ ജീവിക്കുന്ന സമ്പന്നരുടെ വീടാണ്. പിണറായി വിജയന്റെ ലിസ്റ്റിലെ സമ്പന്നർ ജീവിക്കുന്ന മണിമാളികയാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഈ മനുഷ്യരൊക്കെ ഈ വീടുകളിൽ താമസിക്കുന്ന ആളുകളാണ്. ഇതിൽ ലിവിങ് ഇൻ പോവർട്ടി ഹൗസ് ഹോൾഡിന്റെ ക്ലാസിഫൈഡ് ചെയ്തിട്ട് നമ്മൾ BPL AY നമ്മൾ നേരത്തെ പറഞ്ഞു 93.7% ഉണ്ട്. ഇതിൽ ഡീപ്പ് പോവർട്ടിയിൽ നിൽക്കുന്നത് 85% ആളുകളുണ്ട്. ആകെ ഇക്കണോമിക് സ്റ്റെബിലിറ്റി ഉണ്ട്, സാമ്പത്തികമായ ഒരു സ്ഥിര സംവിധാനം ഉണ്ട് എന്ന് പറയാൻ കഴിയുന്ന വെറും 6.3% ആളുകളെ ഉള്ളൂ. ഇതിൽ 10% ആളുകൾ അൾട്രാ പോവർട്ടിയിലാണ്. ഇത് MLA എന്ന നിലയിൽ ഞാൻ പറയുന്ന ഒരു കണക്കല്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ, PGയിലെ ഡെവലപ്മെന്റ് സ്റ്റഡീസിലെ PG വിദ്യാർത്ഥികൾ 30 ദിവസം ഇവിടെ ക്യാമ്പ് ചെയ്ത് നടത്തിയിട്ടുള്ള പഠനത്തിന്റെ തുടർച്ചയായി എല്ലാ ഡാറ്റകളും വെച്ച് സയന്റിഫിക് ആയിട്ടുള്ള പഠനമാണ്. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കുന്നു, ഈ ഗവൺമെന്റ് അതിദരിദ്രരില്ലാത്ത കേരളം എന്ന് പ്രഖ്യാപിക്കാൻ ഏതെങ്കിലും ഒരു സയന്റിഫിക് ആയിട്ടുള്ള പഠനം നടത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പ്ലാനിംഗ് കമ്മീഷനെ ഈ പഠനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റിനെയോ കമ്മീഷനെയോ ഈ പഠനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? അവർ മാനദണ്ഡമാക്കിയ ഏതെങ്കിലും ഒരു മാനദണ്ഡം നമുക്ക് പറയാൻ കഴിയോ? ഞങ്ങൾ സയന്റിഫിക് ആയിട്ട് നടത്തിയ പഠനമാണ് ഇവിടെ ഈ വേദനാജനകമായിട്ടുള്ള കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. ഡ്രോപ്പ് ഔട്ടിന്റെ ഞാൻ പറഞ്ഞു. നിങ്ങൾ നോക്കൂ, ഈ ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ നിന്ന് 24% കുട്ടികൾ ഡ്രോപ്പ് ചെയ്യാണ്. SSLC കഴിഞ്ഞിട്ട് ആകെ പഠിക്കുന്നത് ഈ 24% കുട്ടികൾക്ക് മാത്രമേ പഠിക്കാൻ കഴിയുന്നുള്ളൂ. ഇത് ഏത് നാടാണ്? ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അടുത്തൊരു തലമുറയെങ്കിലും രക്ഷിക്കാനുള്ള പോളിസി ചേഞ്ച് അല്ലേ വേണ്ടത്? ഞങ്ങൾ ഈ നിയോജക മണ്ഡലത്തിൽ കേരളത്തിന് മാതൃകയായ ഒരു പ്രോജക്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, സദ്ഗ്രാമം എന്ന് പറയുന്ന പ്രോജക്റ്റ്. അതിന് 4 പില്ലറുകളാണുള്ളത്. അതിന് റീനയാണ് അതിന്റെ കോർഡിനേറ്റ് ചെയ്യുന്നത്. അതിനോടൊപ്പം ഫെലോസായി ഓരോ പഞ്ചായത്തിലും ഓരോ പെൺകുട്ടികളെ, ദളിത് വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ നിയമിച്ചുകൊണ്ട് അവർ നടത്തുക. ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ റിസോഴ്സ് സെന്റർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഈ റിസോഴ്സ് സെന്ററുകളിൽ ഞങ്ങൾ അമൃതവാണിയല്ലേ നമ്മൾ പറഞ്ഞത്, നമ്മളെ വിദ്യാമൃതം എന്ന പേരിൽ ഞങ്ങളൊരു ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. എന്താണ് കാര്യം? 24% കുട്ടികളെ തുടർ പഠനം നടത്തുന്നുള്ളൂ. 75% കുട്ടികളും ഡ്രോപ്പ് ഔട്ടാണ്. ഈ ഡ്രോപ്പ് ഔട്ടായ കുട്ടികളെ തുടർ പഠനത്തിലേക്ക് കൊണ്ടുവന്ന് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഇനീഷ്യേറ്റീവ് ചെയ്യുന്ന ഒരു MLA എന്ന നിലക്കാണ് ഞാൻ ഈ ആക്ഷേപം സർക്കാരിനെതിരെ ഉന്നയിക്കുന്നത്. അത് വാലിഡ് ആണോ എന്ന് ജനങ്ങൾ മനസ്സിലാക്കട്ടെ. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മളിവിടെ ഡെയിലി വേജിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഡിജിറ്റൽ ആയിട്ടുള്ള കണക്ടിവിറ്റിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾ നോക്കൂ. ഇതൊക്കെ ഓരോ പഞ്ചായത്തിലും, ഞാൻ ഇതിന്റെ ഗൂഗിൾ മാപ്പ് അടക്കം ഇതിനകത്ത് ഉണ്ട്. ഇതൊക്കെ ഓരോ പഞ്ചായത്തിലെ വ്യത്യസ്തമായ സ്ഥലങ്ങളിലെ വീടാണ്. അപ്പൊ ഇത് MLA നോക്കേണ്ട പണിയല്ല, ഇത് പഞ്ചായത്തുകൾ നോക്കേണ്ട പണിയാണ്. വീട് കൊടുക്കാൻ MLAക്ക് കഴിയില്ല, വ്യക്തിഗത ആനുകൂല്യങ്ങൾ കൊടുക്കാൻ MLAക്ക് കഴിയില്ല. എന്നിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു നയാ പൈസ കിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട്, ഈ കുടുംബങ്ങൾ ഇങ്ങനെ ജീവിക്കരുത് എന്ന നിർബന്ധമുള്ളത് കൊണ്ട് ഞങ്ങൾ CSR ഫണ്ട് കൂടി കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് സദ്ഗ്രാമം എന്ന് പറയുന്ന ഒരു വലിയ പ്രോജക്റ്റിലേക്ക് പോവാണ്. ഞങ്ങളുടെ അടുത്ത പ്രോജക്റ്റാണിത്. ഇതെന്താ വെച്ചാൽ ഇത് ഗവൺമെന്റിന്റെ പോളിസി മാറാത്തിടത്തോളം കാലം ഇതിലൊന്നും കേരളത്തിൽ മാറ്റമുണ്ടാകാൻ പോകുന്നില്ല. അപ്പൊ നോക്കൂ, ഇത് മറ്റൊരു വീടാണ്.
ഇത് മറ്റൊരു വീടാണ്, മനുഷ്യർ താമസിക്കുന്ന വീടാണ്, ഒരു സാനിറ്റേഷൻ പോലും സൗകര്യമില്ലാത്ത വീടുകളാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഞെട്ടിക്കുന്ന സാഹചര്യം നമ്മളുടെ നാട്ടിൽ നിലനിൽക്കുമ്പോൾ നമ്മളുടെ നാട് അതിദാരിദ്ര്യമുക്തമായിരിക്കുന്നു എന്ന് പറയുന്നത് എത്ര അപമാനകരമായ നുണയാണ്. ഇത് ഞാൻ ഒരു കാര്യം മാത്രം പറയാണ്, ഈ നാട്ടിലുള്ള മറ്റ് ജനപ്രതിനിധികളെല്ലാം, ഇത് കാണുന്ന മനുഷ്യരെല്ലാം, നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. പിണറായി വിജയൻ പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങൾക്ക് അവിടെ ബോധ്യപ്പെടും. മാധ്യമപ്രവർത്തകർ എൻ്റെ മുമ്പിലിരിക്കുന്നു. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരോട് പറയാണ്, നിങ്ങൾ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഒരു അതിദരിദ്രനെങ്കിലും ഇല്ലാത്തത്, ഈ പ്രഖ്യാപനത്തിന് ശേഷം ഇല്ലാത്തത്, സമ്പൂർണമായും ദാരിദ്ര്യമുക്തമാക്കിയത് നിങ്ങൾ എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ? കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ ഇടതുപക്ഷത്തെ വെല്ലുവിളിക്കുന്നു, അവിടുത്തെ ജനപ്രതിനിധികളെ വെല്ലുവിളിക്കുന്നു. അതിദരിദ്രരില്ലാത്ത ഒരു പഞ്ചായത്ത് കേരളത്തിൽ ഉണ്ടെങ്കിൽ പിണറായി വിജയൻ പറഞ്ഞ ഈ വാക്കിന് അർത്ഥമുണ്ട്. ഇതല്ലാതെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് അത് തന്നെ പാവപ്പെട്ട മനുഷ്യർക്ക് വീട് വെക്കാൻ വെച്ച പൈസയെന്ന് വലിയ സെലിബ്രിറ്റികളായ സിനിമാ താരങ്ങളെ കൊണ്ടുവന്ന് പ്രഖ്യാപിക്കുന്ന സമയം കൊണ്ട് ഈ മനുഷ്യരുടെ ഷെഡിൽ കഴിയുന്ന മനുഷ്യരെ ഒരു കോൺക്രീറ്റ് ചെയ്ത വീട്ടിലേക്ക് മാറ്റലാണ് ഗവൺമെന്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം. ഇവർക്ക് മിനിമം കൂലി എന്ന് പറയുന്ന, കേരളം അഭിമാനത്തോടെ പറയുന്ന മിനിമം 200 രൂപയെങ്കിലും അവർക്ക് ദിവസ വരുമാനം ഉണ്ടാക്കാനുള്ള ജോലിയാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത്. അപ്പൊ അതൊന്നും ചെയ്യാതെ ഒരു ഗവൺമെന്റ് സമ്പൂർണമായി പരാജയപ്പെട്ട ഒരു സന്ദർഭത്തിൽ ഇതിന്റെ വിഷ്വൽ ആയിട്ടുള്ള എഫക്റ്റ് നിങ്ങൾ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നതുകൊണ്ടാണ് പെരിന്തൽമണ്ണ ടൗണിൽ നിന്ന് വളരെ മാറിയിട്ട് ഈ ഗ്രാമത്തിൽ വന്ന് നമ്മൾ ഈ പത്രസമ്മേളനം നടത്തുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് UDFന്റെയോ LDFന്റെയോ ഗ്രാമപഞ്ചായത്തുകൾ ഭരിക്കുന്നവരുടെ പ്രശ്നമല്ല. ഇതൊരു സർക്കാരിന്റെ പോളിസി പ്രശ്നമാണ്, ഇടതുപക്ഷ സർക്കാരിന്റെ പോളിസിയുടെ പ്രശ്നമാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണോ ദാരിദ്ര്യമുക്തമാക്കേണ്ടത്? ഞാൻ ഇപ്പൊ ഉദാഹരണമായിട്ട് പറയാം. ഏറ്റവും ചുരുങ്ങിയത് ഒരു ഗവൺമെന്റ് വിചാരിച്ചാൽ, നമ്മളിപ്പോ SC വീടുകള് ഭവന പുനരുദ്ധാരണത്തിന് ഒരു ഏജൻസിയെ നിയമിച്ച് അവർക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ ഈ 6 ലക്ഷം മതിയാവില്ല. ഇനി അതിൽ കുറച്ച് പൈസയും കൂടി കൂട്ടി ഗവൺമെന്റ് തന്നെ ഒരു ഏജൻസി വഴി, ഇപ്പൊ നിർമ്മിതി കുറെ നിർമ്മാണ പ്രവൃത്തി നടത്തുന്നുണ്ടല്ലോ, അതുപോലെ നേരിട്ട് അവർക്ക് വീട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ പ്രശ്നം കുറെ കൂടി പരിഹരിക്കും. അപ്പൊ ഗവൺമെന്റിന്റെ താല്പര്യം ഇവർക്ക് വീടുണ്ടാവലല്ല, ഇവരെന്നും ദാരിദ്ര്യത്തിൽ നിൽക്കലാണ്. ഇത് പ്രശ്നപരിഹാരമല്ല. ഇന്നത്തെ ആധുനിക ഗവൺമെന്റുകൾ ശ്രദ്ധിക്കേണ്ടത് സൊല്യൂഷൻസ് ആണ്. ആധുനിക കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സൊല്യൂഷൻസ് ആണ്. ഒരു MLA എന്ന നിലയിൽ ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നത് സൊല്യൂഷൻസ് ഉണ്ടാക്കാനാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഇത് കേരളത്തിലെ എല്ലാ 1000-ഓളം പഞ്ചായത്തുകൾ, 1000-ലേറെ പഞ്ചായത്ത് കേരളത്തിലുണ്ടല്ലോ, നിങ്ങൾ മുഴുവൻ പഞ്ചായത്തിലും നോക്കൂ, അവിടേക്ക് ഇതേ സാഹചര്യമാണ് ഉണ്ടാവുന്നത്. സർക്കാർ തദ്ദേശ വകുപ്പ് മന്ത്രിക്കും മാനദണ്ഡങ്ങളെ പറഞ്ഞൊരു കാര്യം, വീടില്ലാത്തതിനപ്പുറത്തേക്ക് രേഖകളില്ലാത്ത ആളുകൾ എന്നുള്ളതാണ്. ഈ സർവേയിൽ അത് മാനദണ്ഡമാക്കി രേഖകളില്ലാത്ത ഇതേ ക്വാളിഫിക്കേഷൻ വരുന്ന ആളുകളും കുടുംബങ്ങളുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ രേഖകൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, ഇപ്പൊ ID കാർഡും റേഷൻ കാർഡും ഉണ്ടായതുകൊണ്ട് ആൾക്കാരെ പ്രശ്നം തീരൂലല്ലോ. രേഖകൾ എന്ന് പറയുന്നത് അവർക്ക് പട്ടയമില്ലാത്ത, സ്വന്തം ഭൂമിയില്ലാത്ത, ഒരു തുണ്ട് ഭൂമിയില്ലാത്ത ഒരുപാട് കുടുംബങ്ങൾ നമ്മളൊക്കെ നാട്ടുപുറത്തുണ്ട്. ഇതൊന്നും പരിഗണിക്കാതെയാണ്. കാരണം കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള 3 സാമ്പത്തിക വിദഗ്ധന്മാർ, ഒരു വളരെ ശ്രീ കണ്ണൻ, ശ്രീ ഉമ്മൻ, ഇവരുടെ നേതൃത്വത്തിൽ ഒരു പഠന റിപ്പോർട്ട് പുറത്തുവിടുകയുണ്ടായി. എന്ത് പാരാമീറ്റർ ആണ് ഗവൺമെന്റ് ഇതിന് ഉപയോഗിച്ചത്? ഗവൺമെന്റ് മറുപടി ഉണ്ടായിട്ടില്ല. ഇതിന്റെ പാരാമീറ്റർ ആരും അറിഞ്ഞിട്ടില്ല. ഇപ്പൊ ഒരു വാർഡ് മെമ്പർ ഇവിടെ ഇരിക്കുന്നു, ദാരിദ്ര്യ നിർമ്മാർജ്ജനം 2021 മുതൽ തീരുമാനിച്ച് അത് നടപ്പാക്കി വിജയിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഈ വാർഡ് മെമ്പർമാർക്ക് എന്ത് പരിഗണനയോ അതിലെ പങ്കാളിത്തമോ അതിലുണ്ടായത്? അല്ല, ഞാനിവിടെ പറയട്ടെ, ഇത് നമ്മൾ റിയലിസ്റ്റിക് ആവണ്ടേ? ഇവിടെ വളരെ പെരിഫറലായിട്ട് ഇപ്പൊ നമ്മളെ പോലെ ഒരു നാട് ദാരിദ്ര്യമുക്തമാണ് എന്ന് പ്രഖ്യാപിക്കാൻ മത്സരിക്കല്ല വേണ്ടത്, ദാരിദ്ര്യമുക്തമായി എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടത്. ആ ഉറപ്പ് വരുത്തുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇവർ വാർഡ് മെമ്പർമാരോട് ചോദിക്കണം, നിങ്ങളുടെ വാർഡിൽ ഇനി ഭവനരഹിതരായിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലെ ഷെഡുകളിൽ താമസിക്കുന്ന എത്ര മനുഷ്യരുണ്ട് എന്ന് ചോദിക്കണ്ടേ? ആ ചോദ്യം ഉണ്ടായോ? ആ ചോദ്യം വാർഡ് മെമ്പർമാരോട് ഉണ്ടായോ?
അല്ല മുക്തമായി അല്ല നമ്മൾ പറയുന്ന അതിദാരിദ്ര്യാണ്. ഞാൻ പറയുന്നത് അതിദാരിദ്ര്യം മാത്രം നമുക്ക് സംസാരിക്കാം. കേരളത്തിൽ അതിദാരിദ്ര്യം ഇല്ലാതെയാകുകയാണെങ്കിൽ അതിന്റെ മിനിമം പാരാമീറ്റർ ആയിട്ട് 4 കാര്യങ്ങളാണല്ലോ പറഞ്ഞത്. ഒന്ന്, എല്ലാവർക്കും വീടുണ്ടാവണം, എല്ലാവർക്കും ടോയ്ലറ്റ് ഉണ്ടാവണം, എല്ലാവർക്കും 200 രൂപയെങ്കിലും സ്ഥിര വരുമാനം ഉണ്ടാവണം, എല്ലാവർക്കും ഏറ്റവും ചുരുങ്ങിയത് ആരോഗ്യം ഉള്ള ജീവിത സാഹചര്യം ഉണ്ടാവണം, ചികിത്സക്ക് സംവിധാനം ഉണ്ടാവണം. ഈ 4 പാരാമീറ്റർ ആണല്ലോ കേരളവും പറഞ്ഞത്, നമ്മുടെ ഈ പഠനത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞത്. ഞാൻ ഈ അതിദരിദ്രർക്ക് വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയ ആ മാനദണ്ഡങ്ങളെയാണ് വെല്ലുവിളിക്കുന്നത്. ആ മാനദണ്ഡങ്ങളിൽ ഒന്ന് അച്ചീവ് ചെയ്ത ഒരു പഞ്ചായത്ത് കേരളത്തിലുണ്ടോ? ഉണ്ടാവില്ല. അത് പെരിന്തൽമണ്ണയിൽ മാത്രമല്ല. പെരിന്തൽമണ്ണയിൽ ഞങ്ങൾ ഇത് പഠനം നടത്തിയത് കൊണ്ട് ഞങ്ങൾക്ക് ഒരു റിപ്പോർട്ട് ഉണ്ടായി. പെരിന്തൽമണ്ണയിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു വിദ്യാർത്ഥികളെ വെച്ച ഒരു സ്റ്റഡി റിപ്പോർട്ട് ഉണ്ടാക്കി. ഇത് ഡാറ്റ ഉണ്ടാക്കിയത് കൊണ്ടും ഇതിന്റെ ഞങ്ങളൊരു സോഷ്യൽ വർക്ക് ചെയ്തത് കൊണ്ടും കേരളത്തിന് ഞങ്ങൾ സമ്മാനിക്കുന്ന ഒരു സംഗതിയാണ്. ഇതിൽ നിന്ന് ഗവൺമെന്റ് പാഠം പഠിക്കണം. ഈ ഡാറ്റ വെച്ച് ഗവൺമെന്റ് പഠിക്കണം. എന്നിട്ട് അതിദരിദ്രരില്ലാത്ത കേരളമാക്കി മാറ്റാനുള്ള പരിശ്രമത്തിലേക്ക് കാൽവെക്കണം. ആ പരിശ്രമത്തിലേക്ക് കാൽവെക്കണമെങ്കിൽ അതിദരിദ്രർക്ക് വേണ്ടി നിർമ്മിക്കാൻ ഉദ്ദേശിച്ച വീടിന്റെ പൈസ എടുത്ത് ഇവന്റിന്റെ മാമാങ്കം നടത്തല്ല വേണ്ടത്. അത് അവർക്ക് എത്തിക്കാൻ, അർഹരായ മനുഷ്യർക്ക് അത് എത്തിക്കാനുള്ള സംവിധാനം ഗവൺമെന്റ് ഉണ്ടാക്കണം. റേഷൻ കാർഡാ? അല്ല, റേഷൻ കാർഡുകൾ ഇല്ലാത്ത കുടുംബങ്ങളെ ഞങ്ങൾ നോക്കിയിട്ടില്ല. റേഷൻ കാർഡ് ഉള്ളത് കൊണ്ട് മാത്രം അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ലല്ലോ. റേഷൻ കാർഡ് മാത്രമല്ലല്ലോ ഇതിൽ. അല്ല, റേഷൻ ആനുകൂല്യങ്ങൾ കിട്ടാത്തവരുണ്ടോ എന്നുള്ളത് ചില സ്വാഭാവികമായിട്ടും വീടില്ലാത്തവർ, അനധികൃതമായി ഷെഡിൽ താമസിക്കുന്നവർ, അങ്ങനത്തെ ആളുകൾ സ്വാഭാവികമായും അവർക്ക് റേഷൻ കാർഡും ഉണ്ടാവില്ല. അത് ഞങ്ങൾ കൃത്യമായിട്ട് അത് മാത്രം പഠിച്ചിട്ടില്ല. ഞങ്ങളത് കുറച്ചുകൂടി വിശദമായിട്ട് അതും അന്വേഷിക്കാം. ഇതാണ് ഞാൻ ഈ പറഞ്ഞ ഏറ്റവും വലിയ ദുരന്തം. ഇത് മീഡിയ പുറത്തു കൊണ്ടുവരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോളിസി മാറ്ററാണ്. ഈ ഒരു വീടുണ്ടാക്കാന് നമ്മളെ ഇപ്പൊ വാർഡ് മെമ്പർമാരായിരുന്ന ആളുകളും ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്ന ആളാണ് റീന, ഇവരൊക്കെ ജനപ്രതിനിധികളായിരുന്ന ആളുകളാണ്. ഇപ്പൊ ഞാനൊരു വാർഡ് മെമ്പർ ആയിരുന്ന ആളാണ്. വെച്ചാൽ പടവ് കഴിഞ്ഞ് തറ കെട്ടി ഇതാക്കാം. 50,000 രൂപക്ക് ഈ സാധുക്കൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും അതിന് കഴിയോ? കുറെ ആള് കടക്ക വാങ്ങി എങ്ങനെങ്കിലും ഇത് ഉണ്ടാക്കും, വളരെ കുറഞ്ഞ ആളുകൾ. അല്ലാത്തവരെന്താ ചെയ്യുന്നതെന്നറിയോ? ഈ കെട്ടിയ തറന്റെ മേലെ ഇതുപോലൊരു ഷെഡ് കെട്ടും. പിന്നെ ജീവിതകാലം മുഴുവനും ആ 5-6 ലക്ഷം അവർക്ക് കിട്ടൂല. അവരൊരിക്കലും വീട്ടിലേക്ക് മാറൂല. അവർ ഭവനരഹിതരായി നിൽക്കുകയാണ്. അങ്ങനെ സർക്കാരിന്റെ പോളിസി കൊണ്ട് മാത്രം ഭവനരഹിതരായി മാറിയ അനേകം SC കുടുംബങ്ങളെ നിങ്ങൾ ഏത് സദ്ഗ്രാമത്തിൽ പോയാലും കാണാൻ പറ്റും. ആ പോളിസിയാണ് സർക്കാർ തിരുത്തേണ്ടത്. ഈ അതിദാരിദ്ര്യം പ്രഖ്യാപിക്കാൻ എടുത്ത സാമർത്ഥ്യത്തിന് മുമ്പ് പോളിസി മാറ്ററിൽ തിരുത്താനുള്ള ശ്രമമായിരുന്നു നടത്തേണ്ടത്. വേറെ എന്തെങ്കിലും ഉണ്ടോ? മഹേഷ്, 12 മണിക്ക് മുമ്പ് തുടങ്ങണം എന്നുള്ളത് കൊണ്ട് കുറച്ച് നമുക്കൊന്നുകൂടി സംസാരിക്കാം. അതിദാരിദ്ര്യ മുക്തമാക്കിയത് അതിനകത്ത് കുറെ പാകപ്പിഴകൾ നിങ്ങൾ കുഴപ്പങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോ സർക്കാർ 2021 മുതൽ ഇതിന്റെ നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. പ്രഖ്യാപന സമയത്തൊക്കെ ഉന്നയിച്ചിരുന്നത് തന്നെയാണ്. ആ നടപടിക്രമങ്ങളിലൊന്നും പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. 100% ഒരു നടപടിക്രമവും 2021 മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചു. നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് നിങ്ങൾ നോക്ക്, എത്ര പാവങ്ങളായ മനുഷ്യരുണ്ട്, അതിലെത്ര അതിദരിദ്രരുണ്ടാവും. ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ വരുന്ന ഒരു പഞ്ചായത്തിലും ഒരു അതിദരിദ്രനെ നിങ്ങൾ കണ്ടുമുട്ടും. ഡെഫിനിറ്റാണ്. അതില്ലാതാക്കാതെ അത് നടന്നു എന്നല്ലല്ലോ പറയണ്ടേ. നടന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ഗുരുതരമായ പ്രശ്നം AYന്റെ സഹായം കേന്ദ്രം ഇപ്പം നിർത്തലാക്കും. അല്ല, മന്ത്രി പറഞ്ഞാലും നമ്മൾ കേന്ദ്ര ഗവൺമെന്റിനോടും ലോകത്തോടും ഇപ്പൊ ചൈന വരെ പ്രകീർത്തിച്ചു എന്നാ പറയുന്നത്. ചൈനയെ പോലും നടക്കാത്ത കാര്യമാണല്ലോ അത്. ശരിയാണ്. അപ്പൊ ചൈന വരെ അത്ഭുതപ്പെട്ടു പിണറായി വിജയന്റെ ഈ ഒരു സംഗതി കണ്ടിട്ട്. അപ്പൊ ഏതായാലും രസകരമായ കാര്യം, അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റിന്റെ മുമ്പിൽ ഡാറ്റ അല്ലേ ഉള്ളത്. ഇവിടെ അതിദരിദ്രരായിട്ടുള്ള 6 ലക്ഷം ആളുകൾ ഉണ്ട് എന്ന്, 5,90,000 ആളുകൾ ഉണ്ട് എന്ന് മന്ത്രിയാണ് 1 കൊല്ലം മുന്നേ ഞാൻ ഉൾപ്പെടെയുള്ള അംഗങ്ങളുള്ള നിയമസഭയിൽ പറഞ്ഞത്.
ആ 5,90,000 ആളുകൾ എങ്ങനെയാണ് ഒരു കൊല്ലം കൊണ്ട് 60,000 ആയിട്ട് ചുരുങ്ങിയത്? ഇത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അല്ല, അത് തദ്ദേശ സ്ഥാപനങ്ങൾ വഴി ഒരു സർവേ അതിനുവേണ്ടി നടത്തിയ അതിന് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും ഉൾപ്പെടുന്ന ഒരു ടീമിനെ തയ്യാറാക്കിയിട്ടാണല്ലോ ഈ സർവേ പൂർത്തിയാക്കി അതിദരിദ്രരെ കണ്ടെത്തുകയും അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിന്, അത് മരുന്നില്ലാത്തവർക്ക് മരുന്ന് കിട്ടാത്തവരാണ് മരുന്ന് കിട്ടാത്തത്, വീടില്ലാത്തവർക്കും താമസിക്കാൻ കഴിയാത്തവരോട് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കല്, അത്തരം കാര്യങ്ങൾ ചെയ്ത് അതിന് ശേഷം ഉണ്ടാക്കിയതാണല്ലോ പിന്നെ ഈ അതിദാരിദ്ര്യം ഇല്ല എന്നുള്ള. ശരി, അല്ല ഞാൻ അങ്ങനെ അത്തരം കാര്യങ്ങൾ ചെയ്ത് പൂർത്തിയാക്കിയിട്ടല്ലേ ഈ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്? അല്ല, അതാണ് പ്രശ്നം. അങ്ങനെ ആയിരുന്നെങ്കിൽ അതിദരിദ്രരുടെ വീടുകൾ കാണൂലായിരുന്നു ഇവിടെ. ഈ 200 രൂപയിൽ താഴെ വരുമാനമുള്ളവരവിടെ കാണാൻ പാടില്ലായിരുന്നു. എത്രയോ വീടുകൾ 200 രൂപ പോലും ദിവസക്കൂലിക്ക് അല്ലെ ദിവസ വരുമാനമില്ലാത്തവര് ഈ ചുറ്റുപാടുമുണ്ട്. അതാ ഞാൻ പറയുന്നത്. ഇങ്ങനെ കേരളത്തിലെ എല്ലായിടത്തും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇത് വെറും ഒരു ഗിമ്മിക്കായി ഗവൺമെന്റ് നടത്തിയത് കൊണ്ട്. ഇതിൽ ഗവൺമെന്റിന് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യായിരുന്നു. ഇത് പൊളിറ്റിക്കലായ കക്ഷി മത്സരമല്ല ഇതിലെ. എന്താ ഉത്തരവാദിത്വം? 2021 മുതൽ അങ്ങ് ഇവിടുത്തെ MLA ആണ്. അതെ, അങ്ങ് വോട്ട് ചോദിക്കാൻ വരുമ്പോഴൊക്കെ ഈ സദ്ഗ്രാമം കൂടെ വന്നിരുന്നു. അങ്ങയുടെ നിർദ്ദേശത്തെ പ്രകാരം അല്ലെങ്കിൽ ആഗ്രഹപ്രകാരമാണ് സദ്ഗ്രാമം എന്നുള്ള ഒരു വാക്ക് തന്നെ ഈ കോളനി ഒഴിവാക്കി ഉണ്ടാവുന്ന ഇത് തന്നെ അങ്ങനെയാണ്. അപ്പൊ ഇത്രയധികം പ്രശ്നങ്ങൾ നേരിടുന്നതാണ് ഈ പട്ടികജാതി കുടുംബങ്ങൾ, ഇല്ലെങ്കിൽ ഇത്തരം കുടുംബങ്ങൾ ഉണ്ട് എന്ന് കണ്ടിട്ട് അങ്ങ് സർക്കാരിനെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനോ ഇല്ലെങ്കിൽ ആ ഭാഗങ്ങളിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെ ശ്രദ്ധയിൽപ്പെടുത്തി ഇതിനൊരു ഏകോപനം ഉണ്ടാക്കുന്നതിനോ, ഈ മണ്ഡലത്തിൽ എല്ലായിടത്തും ഇത്ര പ്രശ്നങ്ങളുണ്ടെന്ന് MLA തന്നെ പറയുമ്പോൾ അതിനൊരു ഏകോപനം ഉണ്ടാക്കാൻ സർക്കാർ തലത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരെ കൂട്ടി വിളിച്ച് ഒരു യോഗം ചേർന്ന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു നടപടി MLAയുടെ ഭാഗത്ത് ഉണ്ടാവുക എന്തുകൊണ്ടാണ്? MLAന്റെ ഭാഗത്ത് ഉണ്ടായ മുഴുവൻ നടപടികളുമാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ഒരു വർഷമായി ഞങ്ങൾ വളരെ സൈലന്റായി എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും SCDO അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു ചേർത്ത് ഈ പ്രശ്നത്തിന്റെ ഗൗരവമായിട്ടുള്ള വിഷയങ്ങൾ കണ്ടെത്തി ഇത് നിയമസഭയിൽ 3 സബ്മിഷനുകളിലൂടെ കൊണ്ടുവന്ന് ഇതിൽ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവന്ന് ഭരണകൂടത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ ഗവൺമെന്റിന്റെ ഒരു MLAക്കും വ്യക്തിഗത ആനുകൂല്യം കൊടുക്കാൻ കഴിയില്ലല്ലോ. എന്നിട്ടും നമ്മൾ വ്യക്തിഗത ആനുകൂല്യം കൊടുക്കാൻ സാധ്യതയില്ലാത്ത സാഹചര്യത്തിൽ CSR ഫണ്ട് പൂൾ ചെയ്തുകൊണ്ട് നമ്മൾ ഈ പ്രോജക്റ്റിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് 1.5 വർഷമായി. ഈ 1.5 വർഷത്തിനിടയിൽ ഞങ്ങൾ അച്ചീവ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു കൃത്യമായ പഠനം ആദ്യം വേണം. ഒരു പഠനം നടന്നാൽ മാത്രമേ അതിന് പരിഹാരത്തെക്കുറിച്ച്. ഇതാണ് ഗവൺമെന്റ് ഞങ്ങൾ നടത്തിയ പോലെ ഒരു പഠനം ഗവൺമെന്റ് ഈ സ്റ്റേറ്റിൽ മുഴുവൻ നടത്തിയിരുന്നെങ്കിൽ, ഇതുപോലെ ഒരു റിപ്പോർട്ട് ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചിരുന്നെങ്കിൽ ഈ പറഞ്ഞതിൽ അർത്ഥമുണ്ട്. MLA എന്ന നിലയ്ക്ക് 100% ഞാൻ ഈ കാര്യത്തിൽ ഇടപെടുകയും ദളിത് കുടുംബങ്ങളുടെ ജീവിത സാഹചര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്ത് ഞാനെടുത്ത ഇനീഷ്യേറ്റീവിന്റെ ഫലമാണ് ഈ റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിന് ശേഷം ഈ റിപ്പോർട്ട് ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കല്ല. ഞങ്ങൾ ഈ റിപ്പോർട്ടിന് ശേഷം എന്തെല്ലാം ആക്ടിവിറ്റീസ് ഇവിടെ ചെയ്തു. ഞങ്ങൾ ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടുത്തെ ഹെൽത്ത് ഇൻഡെക്സ് ഇത് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ കുറെ പ്രോജക്റ്റുകൾ ആലോചിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ വിദ്യാർത്ഥികളുടെ ഡ്രോപ്പ് ഔട്ട് വലിയൊരു പ്രശ്നമാണ്. ആ ഡ്രോപ്പ് ഔട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി ഇവിടെ തന്നെ ഞങ്ങളൊരു സിസ്റ്റം ഉണ്ടാക്കി. ആ സിസ്റ്റം എന്താണ്? ഈ സദ്ഗ്രാമങ്ങളിൽ തന്നെ ഉള്ള അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടികളെയാണ് ഞങ്ങൾ ഫെലോസായിട്ട് നിയമിച്ചു. അവര് 8ാം ക്ലാസ് മുതലുള്ള കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ചെയ്യുന്ന പോലെ ഒരു പ്രവൃത്തി ഈ അതിദാരിദ്ര്യമുക്ത കേരളമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി ഒരു പ്രോജക്റ്റ് ഇതുപോലെ ഈ നിയോജകമണ്ഡലത്തിൽ ഞങ്ങൾ NGO സംവിധാനം ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ഈ കേരളത്തിലെ ഗവൺമെന്റ് ചെയ്യാൻ കഴിഞ്ഞോ എന്ന വെല്ലുവിളിയാണ് ഞാൻ നടത്തുന്നത്. പക്ഷെ അതിനകത്ത് മറ്റൊരു കാര്യമില്ല. ഇത്തരം സദ്ഗ്രാമങ്ങൾ ഇല്ലെങ്കിൽ ഉന്നതികൾ നവീകരിക്കുന്നതിനും അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും വേണ്ടി പല പ്രൊജക്ടുകളും സർക്കാരിന്റെ ഭാഗത്ത് പട്ടികവർഗത്തിന്റെയും ജാതി വകുപ്പിന്റെയും ഒക്കെ അംബേദ്കർ ഗ്രാമ പദ്ധതി അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്തരം പദ്ധതികളൊക്കെ നടപ്പാക്കി ഇത്തരം സദ്ഗ്രാമങ്ങളെ ഉന്നതിയിലേക്ക് എത്തിക്കേണ്ടത് അതാത് മണ്ഡലങ്ങളിലെ MLAമാരെ. യെസ്, അതാത് മണ്ഡലങ്ങളിലെ MLA എന്ന നിലയ്ക്ക് ഞാൻ ഇവിടെ എടുത്ത ഏറ്റവും വലിയ മറ്റൊരു കാര്യം കൂടി പറയാം. ഒന്നാമത് അംബേദ്കർ ഗ്രാമം എന്ന പേരിൽ വലിയൊരു തട്ടിപ്പ് നടക്കുകയാണ്. അതും ഞാൻ നിയമസഭയിൽ കൊണ്ടുവന്നു. നിയമസഭയിൽ കൊണ്ടുവരില്ലല്ല എന്റെ ഉത്തരവാദിത്തം. ഞാൻ ആ നിയമസഭയിൽ കൊണ്ടുവന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു വെച്ചാൽ നിർമ്മിതിയെയാണ് ഇവരെ ഏൽപ്പിച്ചത് പണിയെടുക്കാൻ. ഒരു വർക്കിനും പൈസ കൊടുക്കുന്നില്ല, ഗവൺമെന്റ് പൈസ കൊടുക്കുന്നില്ല. നിർമ്മിതിക്ക് പൈസ കിട്ടുന്നില്ല എന്ന ആക്ഷേപം പറഞ്ഞിട്ട് നിർമ്മിതി 4-5 കൊല്ലം പ്രോജക്റ്റുകൾ വലിപ്പിക്കുകയാണ്.
ഇവിടെ ഞങ്ങളുടെ ഈ നിയോജകമണ്ഡലത്തിൽ ഞാൻ MLA ആയി വന്നതിന് ശേഷമുള്ള 3 അംബേദ്കർ ഗ്രാമ പദ്ധതികൾ പാതി വഴിയിൽ നിന്നിട്ട് നിരന്തരമായി ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവരുന്നു. മന്ത്രിയുടെ യോഗം വിളിക്കുന്നു. ഇപ്പൊ ഇവിടെ അടുത്ത് ഒരു നമ്മളെ ഇവിടെ കെട്ടിടം വീണ മരുതമ്പാറ ഒരു SC വിഭാഗത്തിന് വേണ്ടി കൊണ്ടുവന്ന ഒരു നമ്മുടെ റിസോഴ്സ് സെന്ററിന്റെ കെട്ടിടം വീണു. നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്ത കാര്യമാണല്ലോ. ആ കെട്ടിടം വീണ് അന്ന് രാവിലെ ഈ കെട്ടിടം വീണ് പുലർച്ചെ കെട്ടിടം വീണ്. ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. ഞാൻ രാവിലെ ഇവിടെ എത്തി. ഞാൻ രാത്രി വരെ മന്ത്രിയെ വിളിച്ചു. മന്ത്രിയെ കിട്ടിയില്ല. രാത്രി മന്ത്രിയെ വിളിച്ചിട്ട് പോലും ഈ മന്ത്രി കേരളത്തിൽ ഇങ്ങനെ ഒരു വലിയ തോതിൽ വാർത്ത കൊടുത്തൊരു സംഭവം അറിഞ്ഞിട്ടേ ഇല്ല. ഇതാണ് സിസ്റ്റം. ഈ ഗവൺമെന്റിന്റെ സിസ്റ്റം സമ്പൂർണ്ണ പരാജയമാണ്. മാത്രമല്ല ഇവിടെ ഒരു പ്രവൃത്തിയും കൃത്യമായി മേൽനോട്ടം നടത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ഗവൺമെന്റിന് താല്പര്യമില്ല. ഗവൺമെന്റിന്റെ പ്രയോറിറ്റി ഇതല്ല. ഇതാണ് പ്രശ്നം. ഗവൺമെന്റിന് ഈ നാട്ടിലെ ദളിതർ ഒരു പ്രയോറിറ്റി അല്ല. ഗവൺമെന്റിന് ഈ നാട്ടിലെ പിന്നോക്ക വിഭാഗക്കാർ ഒരു പ്രയോറിറ്റി അല്ല. അതാണ് പ്രശ്നം. ഗവൺമെന്റിന്റെ പ്രയോറിറ്റിയിൽ ഈ പാവങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് പ്രഖ്യാപനത്തിൽ മാത്രമേ ഇത് ഒതുങ്ങിയത്. ഓക്കെ, സർക്കാർ ഇത്രയും പ്രഖ്യാപനങ്ങളിലും അല്ലെങ്കിൽ മാനദണ്ഡങ്ങളിലും ഇത്രയും വലിയ പ്രശ്നങ്ങളുണ്ട്, പോളിസിയുടെ പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ 4 വർഷമായി പലതവണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കത്തുകൾ അയക്കുന്നു, ഇടപാട് നോക്കുന്നു, വാർഡ് മെമ്പർ ചുമതലപ്പെടുത്തുന്ന കമ്മിറ്റിയുടെ ഉപയോഗിക്കും. ഇത്രയൊക്കെ നടപടി എടുക്കുമ്പോൾ ഇത്രയും കാലം ഈ 4 വർഷം എന്തുകൊണ്ട് ഒരു തവണ നിയമസഭയിൽ പോലും ഈ പോളിസിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഈ മാനദണ്ഡങ്ങളിലെ ഞാൻ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്ത് ഈ അല്ലല്ല അതിനു മുമ്പാണ്. അതിദാരിദ്ര്യം എപ്പല്ലേ വരുന്നത്? അല്ല അതിദാരിദ്ര്യ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യമായിട്ട് നമ്മൾ അന്നും കണ്ടിട്ടുള്ളൂ, ഇന്നും കാണുന്നുള്ളൂ, നാളെയും കാണുള്ളൂ. ഇനി നാളെ യു ഡി എഫ് വന്നാലും അതിദാരിദ്ര്യത്തെ ഒറ്റയടിക്ക് എടുത്തു കളയാൻ കഴിയുന്ന ഒരു കാര്യമല്ല. എപ്പോഴും നമ്മൾ ദരിദ്രരായ ഒരാൾ അതിദരിദ്രനാവാം. കാരണം ഇന്നത്തെ ഇക്കണോമിക് പോളിസി ആ തരത്തിൽ നിൽക്കുകയാണ്. അപ്പൊ ഗവൺമെന്റ് ഈ അതിദാരിദ്ര്യ പ്രഖ്യാപനം നടത്താനുള്ള ഒരു ആവേശമല്ലായിരുന്നു കാണിക്കേണ്ടത്. അതിദരിദ്രരെ പരമാവധി ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കാനുള്ള പോളിസികളായിരുന്നു, ശ്രമങ്ങളായിരുന്നു നടത്തേണ്ടത്. അപ്പൊ ഞാൻ ഈ വിഷയം നേരത്തെ ഉന്നയിച്ച വിഷയം എന്താ വെച്ചാൽ ഇവരുടെ SC ഫാമിലികളുടെ വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. കാരണം ഇതെന്താ വെച്ചാൽ ഒരു ഘട്ടത്തിലും ഇവർക്ക് ഈ 6 ലക്ഷം റുപ്യ കയ്യിൽ നിന്നെടുത്ത് വീടുണ്ടാക്കാൻ കഴിയില്ല. അതൊരു റിയാലിറ്റിയാണ്. അപ്പൊ നമ്മൾ അതിന് വേറെ സംവിധാനം ആലോചിക്കണം. അപ്പൊ അത് ഏതെങ്കിലും ഒരു ഏജൻസി ഇവർക്ക് വീടുണ്ടാക്കി കൊടുത്താൽ 1 വർഷം കൊണ്ട് വീടാവുമല്ലോ. ഇവര് കയ്യിൽ നിന്ന് പൈസ എടുത്ത് വീടുണ്ടാക്കാൻ എത്ര പേർക്ക് കഴിയും? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ഭവനരഹിതനെ ഗവൺമെന്റ് ഉണ്ടാക്കുകയാണ് പോളിസി കൊണ്ട്. ഇത് ഞാൻ നിയമസഭയിൽ കൊണ്ടുവന്നു. നിയമസഭയിൽ മറ്റൊരു കാര്യോട് പറയാം. നിയമസഭയിൽ SC വിഭാഗത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ സംസാരിച്ച MLA മാരിൽ ഒരാളാണ് ഞാൻ എന്നതും രേഖകൾ വെച്ച് എനിക്ക് തെളിയിക്കാൻ പറ്റും. അതിദരിദ്ര മുക്തം എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആവണമെങ്കിൽ നമ്മളുടെ വികസന ഇൻഡെക്സ് അത്രയും ഉയരണം. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു സോഷ്യൽ ലൈഫിലോ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക സാഹചര്യത്തിലോ കേരളമോ ഇന്ത്യയോ അതിദരിദ്ര മുക്തമാകാൻ മാത്രം സാമ്പത്തിക സംവിധാനങ്ങൾ ഉള്ളൊരു വികസിത രാജ്യമായി നമ്മൾ മാറിയിട്ടില്ല. അപ്പൊ ഒരു റിയാലിറ്റിയെ നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കി. അതെ നമ്മളിപ്പോ ഈ മണ്ഡലത്തിലല്ലേ പഠനം. പക്ഷെ ഞാൻ ഒരു കാര്യം ഒരു വർഷമായിട്ട് 8ാം ക്ലാസ്സിൽ മുതലുള്ള കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തു തുടങ്ങുന്നു. അവര് കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. പക്ഷെ MLA ആയതിനു ശേഷം മുതൽ തന്നെ പോയത് എന്തുകൊണ്ടാണ്? ഉൾപ്പെട്ടു എന്ന് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കണം, ഒരു പക്ഷേ കേരളത്തിൽ ഞങ്ങളൊരു സിവിൽ സർവീസ് അക്കാഡമി ഉണ്ടാക്കിയപ്പോൾ ആ സിവിൽ സർവീസ് അക്കാഡമിയിൽ ഒരു കമ്മ്യൂണിറ്റിക്കും റിസർവേഷൻ ഇല്ല, മെറിറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ ആകെ റിസർവേഷൻ വെച്ചത് SC വിഭാഗത്തിലാണ്. 5% SC വിഭാഗത്തിന് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ അക്കാഡമിയിൽ ഇന്നും റിസർവേഷൻ നിൽക്കുകയാണ്. ഞങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് 5% ഞങ്ങൾ പറഞ്ഞെങ്കിലും 9 കുട്ടികളെങ്കിലും ഒരു ബാച്ചിൽ SC വിഭാഗത്തിൽ നിന്ന് ഉറപ്പുവരുത്തി കൊണ്ടുപോയ. അല്ലല്ല, മണ്ഡലത്തിലെ കുട്ടികളും വരുന്നുണ്ടല്ലോ. ഇപ്പോഴും അവിടുത്തെ സംസ്ഥാന അടിസ്ഥാനത്തിലല്ല. അതെ, മണ്ഡലം മാത്രമല്ലല്ലോ നമ്മൾ പറയുന്നത്. നമ്മളെ നിലപാടാണ് ഞാൻ പറഞ്ഞത്. നമ്മളെ നിലപാട് ഇത് ഇപ്പോഴല്ലേ കിട്ടിയത്.
ഈ പഠന അല്ലല്ല അത്രയധികം കൊഴിഞ്ഞുപോക്ക് ഇത്തരം ഉന്നതികളിൽ ഉണ്ടാവുന്നതെന്ന് ഇപ്പൊ മനസ്സിലായി. അതെ. ഇത്തരം കാര്യങ്ങൾ മനസ്സിലായില്ലെന്ന് പറയുന്നു. ഇപ്പൊ അതിന് ശ്രമം നടക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വലിയ പ്രൊജക്ടിൽ ഇത്തരം ഉണ്ട്. അല്ല, ഞങ്ങൾ ഇവിടെ വന്ന് ഒരു പറയാം മണ്ഡലത്തിലെ സദ്ഗ്രാമങ്ങളിലെ കുട്ടികളെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഉണ്ടെന്ന് മാത്രമല്ല, ഞങ്ങൾ വന്ന മുതൽ തുടങ്ങിയ ഒരു പ്രോജക്റ്റ് ഉണ്ട്. ക്രിയയുടെ ഭാഗമായിട്ട് തുടങ്ങിയ LSS USS NMS കോച്ചിങ്. അതിൽ SC വിഭാഗം കുട്ടികളെ പ്രത്യേകമായി ഞങ്ങൾ പരിഗണിക്കുന്നുണ്ട്. അവരെ പ്രത്യേകമായി ടേക്ക് കെയർ ചെയ്യാൻ അധ്യാപകരോട് പറയുന്നുണ്ട്. ഓരോ സ്കൂളുകളിൽ നിന്നും ആ കുട്ടികളെ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇത് വ്യക്തിപരമായി എന്റെ നിലപാടാണ്. ഇത് എന്റെ ഒരു നിലപാട് കൂടിയാണ്. കാരണം ഈ നാട്ടിലെ സാമൂഹ്യ വികസനം നടക്കണമെങ്കിൽ, സാമൂഹ്യ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവണമെങ്കിൽ ജാതി ഒരു പ്രശ്നമാണ്. കേരളത്തിൽ ജാതി ഒരു പ്രശ്നമാണ്. ഇന്ത്യയിൽ ജാതി മാത്രമാണ് പ്രശ്നം. ജാതീയമായി വേർതിരിവ് നേരിടുന്ന, ജാതീയമായി ഉച്ചനീചത്വം നിൽക്കുന്ന, ജാതീയമായി മാറ്റി നിർത്തപ്പെടുന്ന മനുഷ്യർക്ക് ഏറ്റവും പ്രധാനമായി കൊടുക്കേണ്ട വിദ്യാഭ്യാസമാണ് എന്ന് അയ്യങ്കാളി പറഞ്ഞതാണ്. മഹാത്മാ അയ്യങ്കാളി പറഞ്ഞതാണ്. ഗാന്ധിജി കേരളത്തിൽ വന്നപ്പോൾ മഹാത്മാ അയ്യങ്കാളിയും ഗാന്ധിജിയും തമ്മിലുള്ള സംഭാഷണത്തിനിടയിൽ ഗാന്ധിജി ചോദിക്കുന്നുണ്ട്, എന്താണ് അയ്യങ്കാളിയുടെ ഏറ്റവും പ്രധാന ആവശ്യം? എന്റെ സമുദായത്തിൽ നിന്ന് 100 കുട്ടികളെ നിങ്ങൾ ബിരുദധാരികളാക്കുമെന്നാണ് ചോദിച്ചത്. ആ നിലപാടിനൊപ്പാണ് MLA എന്ന നിലയിൽ ഞാനുള്ളത്. ഞങ്ങളുടെ പോളിസി തന്നെ ഈ നിയോജകമണ്ഡലത്തിന്റെ ഒരു ടാഗ് ലൈൻ അൺടു ദ ലാസ്റ്റ് എന്നുള്ളതാണ്. ഏറ്റവും പിറകിൽ നിൽക്കുന്ന മനുഷ്യരിലേക്ക് ഞങ്ങളുടെ എല്ലാ സൗകര്യവും എത്തിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞങ്ങൾ നിരന്തരമായി ശ്രമിക്കുന്നുണ്ട്. നിരന്തരമായി അതിൽ വിജയിച്ചു വരുന്നുണ്ട്. പിന്നെ ഇതൊരു വലിയ പ്രോസസ്സാണ്. ഞാനിപ്പം പിണറായി വിജയൻ പറഞ്ഞ പോലെ ഞാൻ നാളെ എല്ലാ SC സദ്ഗ്രാമങ്ങളും വികസിത മോഡലാവും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. അതെന്താ വെച്ചാൽ ഉട്ടോപ്പിയാണ്. ആ ഉട്ടോപ്യ പറയാനല്ല റിയലിസ്റ്റിക്കായി ചിന്തിക്കുന്ന ജനപ്രതിനിധികൾ ഉണ്ടാവേണ്ടത്. യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യബോധത്തോടെ മനസ്സിലാക്കി പതുക്കെ, വളരെ പതുക്കെ, ഞാൻ മനസ്സിലാക്കുന്ന ഒരു 10 കൊല്ലം നമ്മളൊരു ഹാർഡ് വർക്ക് ചെയ്താൽ ഒരു റിസൾട്ടിലേക്ക് എത്താം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉണ്ട്. ഞാൻ ഈ റിപ്പോർട്ടിന്റെ കോപ്പി നിങ്ങൾക്ക് തരാം. അതെ. അല്ല, ഞാനിപ്പോ ഈ റിപ്പോർട്ട് നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ അതിനകത്ത് കിട്ടും. പിന്നെ ഇത് നിങ്ങൾ ഒരു ഫൈനൽ സാധനമായിട്ട് വെക്കണ്ട. നമുക്കിപ്പോ എന്താ വെച്ചാൽ നമ്മൾ നടത്തിയൊരു പഠനം, ആ പഠനം നമുക്ക് കിട്ടിയൊരു ഇൻസൈറ്റ്, ആ ഇൻസൈറ്റ് നാളെ കേരളത്തിലെ സന്നദ്ധ രംഗത്തൊക്കെയുള്ള പ്രവർത്തകരൊക്കെ ഏറ്റെടുക്കട്ടെ. ഇത് ഒരുപാട് മൈക്കുണ്ടല്ലേ.